ഒരു യുദ്ധത്തിന് കച്ച കെട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു യോദ്ധാവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേണ്ട തയ്യാറെടുപ്പുകൾ മാനസികമായും ശാരീരികവുമായും നടത്തിയിട്ടുണ്ടെന്നുള്ളത്. 2, അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ ഓരോ അമ്പുകൾക്ക് വേണ്ടത്ര മൂർച്ചയുണ്ടെന്നുള്ളത്, കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉള്ളിലുണ്ട് എന്നുള്ള ഉറപ്പ്. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഫുൾ ഫോർമുല റിവിഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു സെഷനുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റുകളും ബാക്കി PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ സെഷനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങൾ ഏറ്റവും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഫുൾ ഫോർമുലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് ആ 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ. അപ്പോൾ ആദ്യം അതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് നമ്പർ സിസ്റ്റം തന്നെയാണ്. നമ്പർ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണ്. ഇനി ആദ്യത്തെ n ഒറ്റ സംഖ്യകളാണെങ്കിൽ അത് n² ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളാണെങ്കിൽ n × n+1 ആണെന്നുള്ളത്. ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് n × n+1 × 2n+1/6 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ഹോൾ സ്ക്വയർ ആണ് എന്നുള്ളത്. ഈ ഇക്വേഷനുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി അത് കഴിഞ്ഞ് വളരെ ബേസിക് ആയിട്ട് ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻസ് ആണ് നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യംഗ നിയമങ്ങളിലേക്ക് പോകാം. ബേസിക് ഫാക്ട്സ് ഓഫ് എക്സ്പോണൻസ്. ഉറപ്പായിട്ടും എക്സ്പോണൻസ് എന്നൊരു ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ ഫോർമുല അറിഞ്ഞാലേ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. a⁻m × a⁻n എന്നാൽ, അതായത് ബേസ് തുല്യമായാൽ പവറുകൾ ആഡ് ചെയ്യുക. a⁻m+n a⁻m/a⁻n എന്നാൽ a⁻m-n a⁻m whole⁻n എന്നാൽ a⁻m × n a⁻m whole⁻n എന്നാൽ a⁻m × n a⁻m × b⁻m. ദാ നോക്കുക, ബേസ് മാറി, പവർ തുല്യം. അപ്പൊ a × b⁻m. a/b⁻n എന്ന് പറഞ്ഞാൽ a⁻n/b⁻n. ഇനി അടുത്ത കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ദാ ശ്രദ്ധിച്ചോ. a/b⁻m എന്നാൽ എന്ത് ചെയ്യുക, മൈനസ് വന്നാൽ ഇതിനെ തിരിച്ചിടുക. a/b എന്താകും, b/a ആകും. ആ പവർ അതുപോലെ തന്നെ ഇടുക. ഓക്കെ ആണല്ലോ. a/b⁻m എന്നാൽ ആ മൈനസ് മാറാൻ വേണ്ടി നേരെ തിരിച്ചിടുക, പവർ അതുപോലെ കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി a⁻0 ഏതൊരു സംഖ്യ (0) എന്ന് വന്നാലും ഒന്നാണ്. a⁻0 എന്നാൽ 1 ആണ്. എയുടെ വാല്യൂ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അടുത്ത ഒരു കാര്യം, a⁻m എന്നാൽ 1/a⁻m. a⁻m എന്നാൽ, അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിയണം, a⁻m എന്നാൽ 1/a⁻m എന്നാണ്. ഇത് തിരിച്ചിട്ടാലും കറക്റ്റ് തന്നെയാകും. അതാണ് ഇതായി എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ a⁻1/2 എന്നാണ്. റൂട്ട് a എന്ന് പറഞ്ഞാൽ a⁻1/2 എന്നാണ്. ക്യൂബ് റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ a⁻1/3 എന്നാണ്. mth റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ a⁻n/m ആണ്. അതായത് mth റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ a⁻1/m എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. അത് വെച്ച് ക്ലബ് ചെയ്യുമ്പോൾ mth റൂട്ട് ഓഫ് a whole⁻n എന്ന് പറഞ്ഞാൽ a⁻n/m ആണ്. ഇത്രയും കാര്യങ്ങൾ എക്സ്പോണൻസ് വെച്ച് അറിഞ്ഞിരിക്കണം. ഈ ആദ്യത്തെ 7 എണ്ണം വളരെ വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എപ്പോഴും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ അടുത്തത് സർവ്വസമവാക്യങ്ങൾ, ഐഡന്റിറ്റീസ്. ഈ ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് പലപ്പോഴും നേരിട്ട് തന്നെ ചോദിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യത്തെ എല്ലാവർക്കും അറിയാം, a + b² = a² + b² + 2ab + b² എന്നുള്ളത്. മൈനസ് ആണെങ്കിൽ a² - 2ab + b² എന്ന് വരും. ഇനി a + b × a - b, ഇവരെ വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. a² - b² എന്നുള്ളതാണ്. ഇനി അടുത്തത് a + b² + a - b². ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ a + b² a - b² കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 2 × a² + b² ആണെന്നുള്ളത്. ഇനി അതുപോലെ a + b² - a - b², a + b² നിന്നും a - b² കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 4 × ab ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ a + b³ എന്ന് പറഞ്ഞാൽ a³ + 3a²b + 3ab² + b³ ആണെന്നുള്ളത്. അതുപോലെ a - b ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതായത് ആദ്യം പ്ലസ് വന്നു, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, ടേംസ് എല്ലാം സെയിം. എന്താണ്? a³ - 3a²b
പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. ഇനി അടുത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഡിഗ്രി മെയിൻസിനും ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കുക. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ മൈനസ് ആണ് എല്ലാവരും വിട്ടുപോകുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ സർവ്വസമവാക്യങ്ങൾ അഥവാ ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ അവിടെ ക്ലിയർ ആയി. ഇനി നമുക്ക് ശരാശരിയിലേക്ക് വരാം. ശരാശരി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവിടെ ബേസിക് ഫോർമുല, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സംഖ്യകളുടെ തുക ബൈ എണ്ണം എന്നുള്ളതാണ്. ശരാശരി എന്ന് പറയുമ്പോൾ ബേസിക് ഫോർമുല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തുക ബൈ ആകെ എണ്ണം എന്നാണ്. ഇനി തുക ഉണ്ടെങ്കിൽ തുക കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ മതി. ഇനി എണ്ണമാണ് കാണേണ്ടതെങ്കിൽ തുക ബൈ ശരാശരി ചെയ്താൽ മതി. ഈ ഫോർമുലാസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ കേസിൽ എങ്ങനെ വരും, അതുപോലെ ക്യൂബിന്റെ കേസിൽ എങ്ങനെ വരും, സ്ക്വയറുകളുടെ കേസിൽ എങ്ങനെ വരും എന്നുള്ള 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാധനങ്ങൾ ഒന്ന് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1/2 ആയിരിക്കും. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1/2 ആണ്. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n തന്നെയാണ്. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n ആണ്. ഇനി ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്താണ്? ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം, n+1 ആയിരിക്കും. ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ n+1. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആകുമ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായി മാറുന്നടാ? n+1 ആയി മാറുന്നു. അടുത്തത് ആദ്യത്തെ വർഗങ്ങളുടെ എണ്ണൽ സംഖ്യകളായിട്ടുള്ള വർഗങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1 ഇൻറ്റു 2n+1/6 ആണ്. ആരുടെ? വർഗങ്ങളുടെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, ശരാശരി എന്ന് പറയുന്നത് n+1 ഇൻറ്റു 2n+1/6 എന്നുള്ളതാണ്. ഇനി ക്യൂബുകളാണെങ്കിൽ എങ്ങനെ വരും? ക്യൂബുകൾ കൃത്യമായിട്ട് പഠിച്ചോതാ, n ഇൻറ്റു n+1² 4 എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പഠിച്ചിരിക്കണം. സെറ്റ് അല്ലേ? അടുത്ത ഫോർമുല ശതമാനവുമായി ബന്ധപ്പെട്ട്, ശതമാനം എന്ന് പറയുന്ന കേരള PSCയുടെ ഏറ്റവും പ്രിയപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ശരാശരി പഠിച്ചിരിക്കണം. ഒരു സംഖ്യയുടെ x% a ആയാൽ ആ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ a ഇൻറ്റു 100/x ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ x% എന്ന് പറയുന്നത് a ആണ്. അങ്ങനെയെങ്കിൽ ആ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a ഇൻറ്റു 100/x എന്നുള്ളതാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഫോർമുല മാത്രം പറഞ്ഞു പോവുകയാണല്ലോ, ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. ഫോർമുലയും ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസാന നിമിഷം നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോകും. കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയി പോകും. ഫോർമുല ജസ്റ്റ് റിവിഷൻ ചെയ്യാനുള്ള സെഷൻ ആയിട്ട് ഇതിനെ കാണുക. ഇനി ഒരു സംഖ്യ x% വർദ്ധിച്ചാൽ വർധനവിന് ശേഷമുള്ള സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 100+x% ആകും. ഒരു സംഖ്യയുടെ x% വർദ്ധിച്ചാൽ വർധനവിന് ശേഷമുള്ള സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ആദ്യ സംഖ്യയുടെ 100+x% ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു സംഖ്യയുടെ x% കൂടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആദ്യ സംഖ്യയുടെ 100+x% ആയിരിക്കും. ഇനി p എന്ന സംഖ്യ x% വർദ്ധിച്ചാൽ വർധനവിന് ശേഷമുള്ള സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഇത് മതി. എന്താണ്? p ഇൻറ്റു 100+x/100. ഓക്കെ അല്ലേ? ഇനി ഒരു സംഖ്യ x% വർദ്ധിപ്പിച്ചപ്പോൾ വർധനവിന് ശേഷമുള്ള സംഖ്യയായ p ആയാൽ ആദ്യ സംഖ്യ ഏത്? വർധനവിന് ശേഷമുള്ള സംഖ്യയാണ് നിങ്ങൾക്ക് തന്നിട്ട് ആദ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? p ഇൻറ്റു 100/100+x. p ഇൻറ്റു 100/100+x എന്നുള്ളത് മനസ്സിലാക്കുക. p
പി ഇൻറ്റു 100/100 + x. ക്ലിയർ ആണ്. ഇനി അടുത്തത് പി എന്ന സംഖ്യ x% കുറച്ചാൽ കുറവിന് ശേഷമുള്ള സംഖ്യ എന്ന് ചോദിച്ചാൽ പി ഇൻറ്റു 100 - x/100. ഇവിടെ 100 + x ചെയ്തില്ലേ, ഇവിടെ 100 + x ചെയ്തപ്പോൾ അവിടെ എന്താ വർദ്ധിച്ചപ്പോൾ 100 + x ആണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കുറയുമ്പോൾ എന്തായിരിക്കും 100 - x/100 എന്നായിരിക്കും. ഇനി ഒരു സംഖ്യയുടെ x% y കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഇത്രയും ചെയ്താൽ മതി. ഇതാ y - 100 - x × 100. എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ x% കൂടി y കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ, ഒരു സംഖ്യയുടെ x% കണ്ടു, അതിൻ്റെ കൂടെ y കൂടെ കൂട്ടുമ്പോൾ അതേ സംഖ്യ ലഭിക്കുന്നു എങ്കിൽ ആ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ y/100 - x × 100. y/100 - x × 100. ഇനി അടുത്തതാ ഇതൊന്ന് ചിന്തിച്ചോ, ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഒരു സംഖ്യ ആദ്യം x% വർദ്ധിക്കുകയും പിന്നീട് y% വർദ്ധിക്കുകയും ചെയ്താൽ സംഖ്യയ്ക്ക് വരുന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ x + y + x × y/100%. എന്താണടാ? ഒരു സംഖ്യ ആദ്യം x% വർദ്ധിക്കുകയും പിന്നീട് y% വർദ്ധിക്കുകയും ചെയ്താൽ സംഖ്യയ്ക്ക് ആകെ വരുന്ന മാറ്റം എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇത്രയുമായിരിക്കും x + y + x × y/100% ആയിരിക്കും. ഇനി അടുത്ത അതിൻ്റെ കൂടെ തന്നെ ഒരു സംഖ്യ ആദ്യം x% കൂടുകയും പിന്നീട് y% കുറയുകയും ചെയ്താൽ സംഖ്യയ്ക്ക് വരുന്ന മാറ്റം മൈനസ് ഇടുക, പ്ലസ് ഉള്ളിടത്ത് എല്ലാം മൈനസ് ഇടുക. x - y - x × y/100%. ഓക്കെയാണ്, ക്ലിയർ ആണ്. അപ്പൊ ദാ ശതമാനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അവിടെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതാ നോക്കുക. M1 ആൾക്കാർ W1 ജോലി D1 ദിവസങ്ങൾ T1 മണിക്കൂറുകൾ കൊണ്ടും M2 ആൾക്കാർ W2 ജോലി D2 ദിവസങ്ങൾ T2 മണിക്കൂർ കൊണ്ടും ചെയ്യുന്നുവെങ്കിൽ ഇതായിരിക്കും M1 D1 T1 W2 എന്ന് പറയുന്നത് M2 D2 T2 W2 തുല്യമായിരിക്കും. നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടാകും. M1 ആളുകൾ D1 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു, അതേ ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ M1 D1 = M2 D2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശാലമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഈ ഒരു ഫോർമുലയുടെ ബേസ്, ഇതിലൊരു പർട്ടിക്കുലർ ഫോർമുല, ഇതിലെ ഒരു പ്രത്യേക ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. x ദിവസം കൊണ്ട് ഒരാൾ ഒരു ജോലി ചെയ്തു തീർക്കുന്നുവെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1/x ആയിരിക്കും. ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1/x ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ ഒരു ജോലി എപ്പോഴും ആസ്പദമാക്കിയിരിക്കുന്നത് അത് ചെയ്യാനെടുക്കുന്ന സമയത്തെയും അത് ചെയ്യുന്ന കഴിവിനെയും ആ ചെയ്യുന്ന ആളുടെ കഴിവിനെയുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആകെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ദിവസം അല്ലെങ്കിൽ ആകെ സമയം ഇൻറ്റു ആ കഴിവ്. കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് കഴിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈം, ആകെ സമയം എന്ന് പറഞ്ഞാൽ ആകെ ജോലി ബൈ ആകെ കഴിവാണ്. ഇനി കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ജോലി ബൈ അതിനുവേണ്ടി ആകെ എടുത്ത സമയമാണ്. ഇതാണ് 3 ഗോൾഡൻ റൂളുകൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി പലപ്പോഴും ഉപയോഗിക്കുന്ന 3 ഷോർട്ട് കട്ടുകളുണ്ട്, അതുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എ ഒരു ജോലി x ദിവസം കൊണ്ടും ബി അതേ ജോലി y ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, x × y / x + y ദിവസം കൊണ്ടായിരിക്കും അവർ ഒരുമിച്ച് ആ ജോലി ചെയ്യുന്നത്. ഇനി അടുത്തത്, എ ഒരു ജോലി x ദിവസം കൊണ്ടും ബി അതേ ജോലി y ദിവസം കൊണ്ടും സി അതേ ജോലി z ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ അവർ 3 പേരും ചേർന്നുകൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, x × y x y z x × y × z ബൈ 3 പേരുടെ പേരുകൾ x × y y × z x × z. അത് 3ഉം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്ലിയർ ആണേടാ? ശരി. ഇനി അടുത്തൊരു കാര്യം, ഇവിടെ ഒരു കാര്യം, ഒരാളുടെ കഴിവ് കൂടുന്തോറും അയാൾ കുറച്ച് സമയം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും. കഴിവ് കുറവാണെങ്കിൽ അയാൾക്ക് കൂടുതൽ സമയം വേണം. അപ്പൊ കഴിവും എഫിഷ്യൻസിയും അയാളുടെ സമയവും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് അടുത്തൊരു കാര്യം. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ ആൾക്കാരുടെ എണ്ണത്തിന്റെ അംശബന്ധം A:B ആയാൽ അവർക്ക് ആവശ്യമായ സമയത്തിന്റെ അംശബന്ധം നേരെ തിരിച്ചിട്ടാൽ മതി. എന്താണ് ആവശ്യമായ ആളുകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് പീപ്പിൾ
നമ്പർ ഓഫ് പീപ്പിൾ എ ഈസ് ടു ബി ആയാൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എ ഈസ് ടു ബി ആകും. എന്നതുപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള രണ്ടാളുകളുടെ കഴിവിൻ്റെ റേഷ്യോ എ ഈസ് ടു ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നുമില്ല, അതിനെ തിരിച്ചിട്ടാൽ മതി, ബി ഈസ് ടു എ ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ കഴിവ് 4, 2 പേർക്ക് ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് 4:5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഈ 2 പേരും ജോലി ചെയ്തു തീർക്കുന്ന സമയത്തിന്റെ റേഷ്യോ അല്ലെങ്കിൽ ദിവസത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആയിരിക്കും. അതിനെ നേരെ തിരിച്ചിട്ടാൽ മതി. ക്ലിയർ ആണ്? സെറ്റാണ്? ജോലിയും സമയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫാക്റ്റുകൾ അവിടെ ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് മിനിറ്റിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ബേസിക് ഫോർമുലയെ പറ്റിയാണ് പറയുന്നത്. ഫോർമുലാസ് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ഈവൻ ഏത് ഷോർട്ട് കട്ട് മറന്നു പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ബേസ് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. കൂടെ പിടിച്ച് അത് സെറ്റ് ആക്കിക്കോണം. ശരി, അടുത്തത് ദൂരം, വേഗത, സമയം, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന 2 യൂണിറ്റുകൾ എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഭദ്രമായിരിക്കണം. ഇനി 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ചെറുത്. ഓക്കെ ആണല്ലോ? ഇനി 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ എല്ലാവരുടെയും എപ്പോഴും ഉള്ള സംശയമാണ് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, മീറ്റർ പെർ അവറിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം. ഇതാണ് എല്ലാവരുടെയും എപ്പോഴും ഉള്ള ആത്യന്തികമായ പ്രശ്നം. അപ്പൊ നോക്കുക, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഒന്നെങ്കിൽ 18/5 അല്ലെങ്കിൽ 5/18 ഇതിലേതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതാണ് ആ സംഖ്യ അതറിയാൻ വേണ്ടി കിലോമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ ന്യൂമറേറ്റർ ചെറുതുള്ളവനെ കൊണ്ട് ഗുണിക്കുക, അതായത് 5/18. മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ വലുതുകൊണ്ട് ഗുണിക്കുക, ന്യൂമറേറ്ററിൽ വലുതുള്ളവൻ എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? അതവിടെ കഴിഞ്ഞു. ഇനി കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനുള്ള ഗുണനത്തിന്റെ സാധനങ്ങൾ നമ്മൾ ഇവിടെ 2 ഒറ്റയടിക്ക് ഈ ഒരു ഫോർമുല പോലെ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ദൂരം, സമയം, വേഗത എന്നിവയെ സൂചിപ്പിക്കാൻ DTS എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചിത്രം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ആ ചിത്രം വെച്ചാൽ ഇങ്ങനെ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ആകെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻറ്റു സ്പീഡാണ്. ഇനി ആകെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി ആകെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ളതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ സാധനങ്ങൾ കൃത്യമായിട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ടായിരിക്കണം. ശരി, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ടുള്ള പലിശയിലേക്ക് ചെല്ലാം. പലിശയുടെ ബേസിക് ഫോർമുല. അപ്പൊ നോക്കുക, പലിശ എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ മുതൽ ഉണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട്, പി ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി അതുപോലെ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാളത്തേക്കാണ് ഇടുന്നത്, അത് നോർമലി നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, വർഷത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ശതമാനത്തിലാണ് എപ്പോഴും പറയുന്നത്. റേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് കേട്ടോ. നമ്മൾ ഒരു ബാങ്കിൽ നിന്നും കടമെടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്നതോ ആയിട്ടുള്ള എമൗണ്ട് ആണ് പി എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6, അത് എപ്പോഴും പെർസെൻറ്റേജ് ആയിരിക്കും. ഇനി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? അത് സിമ്പിൾ ആകാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആകാം. സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ തുകയായിരിക്കും. ഇപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് കിട്ടപ്പോൾ ബാങ്ക് പറയാണ് നിങ്ങൾക്ക് സാധാരണ പലിശ നിരക്കിൽ 100 രൂപ വെച്ച് തരാം, 100 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ആദ്യത്തെ വർഷവും 100 രൂപ കിട്ടും, രണ്ടാമത്തെ വർഷവും 100 രൂപ കിട്ടും, മൂന്നാമത്തെ വർഷവും 100 രൂപ കിട്ടും. ഓക്കെ അല്ല? അപ്പോൾ ആദ്യത്തെ വർഷം 100 രൂപ കിട്ടി, നിങ്ങളുടെ അക്കൗണ്ട് എത്രയുണ്ട്? 1100. രണ്ടാമത്തെ വർഷം വീണ്ടും 100 രൂപ കിട്ടുന്നു, അപ്പോൾ 1100 കൂടെ ഒരു 100 കൂടെ ചേർന്ന് 1200. മൂന്നാമത്തെ വർഷം ഒരു 100 കൂടെ കിട്ടുന്നു, 1200 കൂടെ ഒരു 100 കൂടെ ചേർന്ന് 1300. അങ്ങനെ പോകും. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല, കൂടിക്കൂടി വരും. അതായത് പലിശയ്ക്ക് വീണ്ടും പലിശ ലഭിക്കും, കൂട്ടുപലിശ കിട്ടും. അതായത് നേരത്തെ പോലെ തന്നെ 1000 രൂപയ്ക്ക് 100 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? അതായത് ആദ്യം 1000 പിന്നെ 100 രൂപ കിട്ടുന്നു. ഓക്കെ, വർഷാവസാനം 1100 രൂപ. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 1100 രൂപയ്ക്കുള്ള പലിശ, 1000-നുള്ള പലിശയും കിട്ടും, 100-നുള്ള പലിശയും കിട്ടും. അതിപ്പോൾ ഒരു 1100-നുള്ള പലിശ ഒരു 110 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 1100-ഉം
110 കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് 1100 രൂപയും 110 കൂടെ ചേർന്ന് 1210 ആയിരിക്കും മൂന്നാം വർഷം. രണ്ടാം വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് വരുമ്പോൾ, അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ, അതായത് ആദ്യത്തെ വർഷം അവസാനിക്കുമ്പോൾ 1100 രൂപ, രണ്ടാം വർഷം അവസാനിക്കുമ്പോൾ എത്രയാണ്? 1100ന്റെ 10%, 1210. മൂന്നാം വർഷം അവസാനിക്കുമ്പോൾ 1210ന്റെ 10%, 120 കൂടെ ചേരും. അങ്ങനെ അത് കൂടി 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 വന്നുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് ഇൻട്രസ്റ്റും ഇതൊക്കെ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ ഇവിടെ സാധാരണ പലിശ നിരക്കിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള സൂത്രവാക്യം PNR/100 എന്നതാണ്. അപ്പൊ ഫൈനൽ അക്കൗണ്ടിലുള്ള പൈസ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി എന്നാൽ കൂട്ടുപലിശ നിരക്കിൽ നമ്മൾ നേരിട്ട് ഫൈനൽ വർഷം അവസാനിക്കുമ്പോൾ ആ വർഷത്തിന്റെ അവസാനം അക്കൗണ്ടിലുള്ള പൈസ നേരെ കണ്ടുപിടിക്കും. അതാണ് ഇവിടെ A എന്നും ഇവിടെ I എന്നും ഇടാൻ കാരണം. സാധാരണ പലിശയിൽ ആദ്യം പലിശ കണ്ടുപിടിച്ചിട്ട് എമൗണ്ട് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ എമൗണ്ടുമായിട്ട് അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൂട്ടുപലിശയിൽ അങ്ങനെയല്ല. P × 1 + 6/100 raised to n. P × 1 + 6/100 all raised to n എന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഒരു സാധനം ഓർക്കുക. ഇനി 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ P × R² ചെയ്താൽ R/100 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ P × R/100 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇത്രയും കാര്യം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ശരി, മുമ്പോട്ട് പോകാം അടുത്ത ഐഡിയയിലേക്ക്. ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ശതമാനം പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. വളരെ മികച്ച ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, CP കോസ്റ്റ് ടു പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഓക്കെ, സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് സംഭവിക്കാം, ലോസ് സംഭവിക്കാം. ഇനി ഇതല്ലാതെ മറ്റൊരു കാര്യമുണ്ട്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ MRP എന്നൊക്കെ പറയും. ഇതിൻ്റെ മേൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? കിഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. എപ്പോഴും ലാഭം എന്ന് പറഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ ആണല്ലോ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. വിറ്റ വില എന്നാൽ സെല്ലിംഗ് പ്രൈസ്, വാങ്ങിയ വില എന്നാൽ കോസ്റ്റ് പ്രൈസ്. ഇനി അത് സംശയമുള്ളവർക്ക് CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ് വാങ്ങിയ വില. ഇനി SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്, അതിനെ നമ്മൾ വിറ്റ വില എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി നഷ്ടം എന്ന് പറയുന്നത് എന്താണടാ? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഇനി ഡിസ്കൗണ്ട്, പരസ്യവില എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ് പരസ്യവില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് പ്രൈസിനാണ് പരസ്യവില എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് ആണ്. ഇപ്പൊ നോക്കാം, 100 രൂപ MRP ഇട്ട സാധനം ഞാൻ വിറ്റത് 80 രൂപയ്ക്കാണ്. അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 20 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി പരസ്യവില എന്ന് പറയുന്നത് ഇത് വിറ്റുപോകുന്ന വില പ്ലസ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, ഡിസ്കൗണ്ട്. അപ്പൊ നോക്കുക, ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യവില മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഓക്കെ ആണല്ലോ? ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നുള്ളതാണ്. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്നതാണ്. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലാഭമായാലും നഷ്ടമായാലും വാങ്ങിയ വിലയാണ് ശതമാനം കാണുമ്പോൾ ഡിനോമിനേറ്റർ ഉള്ളതെന്ന് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കാം. ഇനി ലാഭവും വാങ്ങിയ വിലയും തന്നിരുന്നാൽ വിറ്റ വില എന്ന് പറയുന്നത് 100 പ്ലസ് ലാഭശതമാനം ബൈ 100 ഇൻറ്റു വാങ്ങിയ വിലയാണ്. 100 പ്ലസ് ലാഭശതമാനം ബൈ 100 ഇൻറ്റു വാങ്ങിയ വിലയാണ്. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ്. ഇനി ലാഭവും വിറ്റ വിലയും തന്നിരുന്നാൽ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ബൈ 100 പ്ലസ് ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ ആണല്ലോ? അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നഷ്ടവും വാങ്ങിയ വിലയും തന്നിരുന്നാൽ
വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു പ്രൈസ്. ഇനി നഷ്ടവും വിറ്റ വിലയും തന്നിരുന്നാൽ വാങ്ങിയ വില കോസ്റ്റ് ടു പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഇൻറ്റു വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് എന്നുള്ള സാധനം. ഇത്രയും കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്തതിലേക്ക് വരാം. സമാന്തര ശ്രേണി ആൻഡ് സമഗുണിത ശ്രേണി, ജോമെട്രിക് പ്രോഗ്രഷൻ ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരേ സംഖ്യ കൂട്ടി പോകുന്നതാണ് സമാന്തര ശ്രേണി എന്ന് പറയാം. ഇനി അല്ല എങ്കിൽ ഒരു ശ്രേണിയിലെ ഏത് അടുത്തടുത്ത സംഖ്യകൾ എടുത്താലും അത് തമ്മിലുള്ള വ്യത്യാസം സ്ഥിരസംഖ്യയാണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അതിന് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2, 4, 6, 8 എക്സെട്ര, ഇതൊരു സമാന്തര ശ്രേണിയാണ്. 2 വെച്ച് കൂടി പോകുന്നതാണ്. അല്ലെങ്കിൽ അടുത്തടുത്ത ഏത് 2 പദങ്ങൾ എടുത്ത് കുറച്ചാലും കിട്ടുന്നത് 2 ആണ്. അപ്പോൾ അതാണ് അത്. ഓക്കെ അല്ലേ? ഇതിനെയാണ് ആദ്യ പദം എന്ന് പറയുന്നത് 2 ആണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവ്യത്യാസം. ഇനി എയും ബിയും സിയും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എങ്കിൽ ബി എന്ന് പറയുന്നത് a പ്ലസ് സി ബൈ 2 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇനി ഒരു സമാന്തര ശ്രേണിയിലുള്ള പദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ, എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് തരും? എന്നാം പദവും ആദ്യ പദവും തരും. ഓക്കെ ആണല്ലോ? എന്നാം പദവും ആദ്യ പദവും തന്നു കഴിഞ്ഞാൽ, എന്നാം പദവും ആദ്യ പദവും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്വേഷൻ പറയാനായിട്ട് പറ്റും. എന്താണ് ആ ഫോർമുല എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എന്നാം പദമായിട്ടുള്ള tn മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. എന്താണടാ? അവസാന പദം അല്ലെങ്കിൽ എന്നാം പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. എന്നാം പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. പല സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ നെ എന്നാം പദം എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്നും കൂടെ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവശ്യം വരും. ഇനി അടുത്തത് n പദങ്ങളുടെ തുക. അത് സാധാരണ ജനറൽ പദം എന്ന് പറയുന്നത്, ജനറൽ ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളതാണ്. പക്ഷേ കേരള PSC എപ്പോഴും തരുമ്പോൾ nth ടേമും ഫസ്റ്റ് ടേമും തരും. അങ്ങനെയാണെങ്കിൽ n നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഫോർമുല, n/2 ഇൻറ്റു nth ടേം പ്ലസ് ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നും കൂടി പറയാറുണ്ട്. എന്നാം പദത്തിനെ ചിലപ്പോൾ ലാസ്റ്റ് ടേം എന്നും കൂടി പറയാറുണ്ട്. ആ ഒരു ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇനി എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ? അത് പൊതുഗുണിത ശ്രേണിയാണ്. അതാ നോക്കിക്കോ, 2 ആണ് ആദ്യ പദമെങ്കിൽ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32. ദേ നോക്കിക്കേ, ഇതെന്താണ്? ഗുണിച്ചു പോവുകയാണ്. ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. മറ്റേടത്ത് എന്തായിരുന്നു? ആഡ് ചെയ്ത് പോവുകയാണ് അല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് പോകുന്നത് സമാന്തര ശ്രേണിയും ഗുണിച്ചു പോകുന്നത് സമഗുണിത ശ്രേണിയുമാണ്. അപ്പോൾ അടുത്തടുത്തുള്ള പദങ്ങളെ ഡിവൈഡ് ചെയ്താൽ സെക്കൻഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഒരേ സംഖ്യ കിട്ടുന്നുവെങ്കിൽ അത് പൊതുഗുണിത ശ്രേണിയാണ്. ഇനി പൊതുഗുണിതത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക കോമൺ റേഷ്യോ എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് R എന്നാണ്. അടുത്തടുത്ത പദങ്ങളുടെ ഹരണഫലം, അതായത് സെക്കൻഡ് ടേം ബൈ, അതായത് അടുത്തടുത്ത് ഇപ്പോൾ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേമോ അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേമോ, അടുത്തടുത്ത 2 പദങ്ങൾ എടുക്കുക, am, an. nth ടേം ബൈ mth ടേം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കൃത്യമായിട്ട് ഇത് അടുത്തടുത്ത 2 പദങ്ങളാണെന്ന് വിചാരിക്കുക. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ കോമൺ റേഷ്യോ കിട്ടും. ഇനി ഒരു സമഗുണിത ശ്രേണിയിൽ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ്? tn എന്ന് പറയുന്നത്, അതായത് എന്നാം പദം a ഇൻറ്റു r റേസ് ടു n മൈനസ് 1. a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ഒരു സമഗുണിത ശ്രേണിയിലെ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു സമഗുണിത ശ്രേണിയിലെ എന്നാം പദം കണ്ടുപിടിക്കാൻ. ഇനി n പദങ്ങളുടെ തുക കാണാനാണെങ്കിൽ ഇങ്ങനെ a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ബൈ 1 മൈനസ് r. ഇനി ഇവിടെ r ലെസ് ദാൻ 1 ആണെങ്കിലാണ് ഇത്. r 1
r 1 വലുതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതും a ഇൻറ്റു r മൈനസ് 1 r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 എന്നും നമ്മൾ എഴുതും. ഓക്കെ ആണല്ലോ, രണ്ട് ഫോർമുലകൾ. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട സാധനം എന്താ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി സി എന്നിവ സമഗുണിത ശ്രേണിയാണെങ്കിൽ ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സി ആണ്, അല്ലെങ്കിൽ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സി ആയിരിക്കും എന്നുള്ള സാധനം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ സമാന്തര ശ്രേണിയും സമഗുണിത ശ്രേണിയും പറ്റി അത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ ആണ്. ശരി, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് വരാം. ജോമെട്രി 2D ഉണ്ട് 3D ഉണ്ട്. അതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്ന സാധനം. ദാ പിടിച്ചു, പോളിഗൺ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗറിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെന്റഗൺ വരും. അങ്ങനെ ഈ പോകുന്നതിനാണ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. എ പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഷേപ്പ് വിത്ത് 3 or more സൈഡ്സ്. 3 അതിലധികമോ വശങ്ങളുണ്ട്. ഇനി ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, ആന്തരിക കോണുകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ്. എന്താണടാ, n-2 ഇൻറ്റു 180 ഡിഗ്രി ആയിരിക്കും. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് കോണികന് എത്ര വശങ്ങളുള്ളതും ആയിക്കൊള്ളട്ടെ, അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളുടെ എല്ലാം സം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യം, നമ്പർ ഓഫ് ഡയഗണൽസ്, അതായത് ഒരു പോളിഗൺ എടുത്താൽ എത്ര ഡയഗണൽ അതിനുണ്ടാകുമെന്ന് ചോദിച്ചാൽ n ഇൻറ്റു n-3/2. ശ്രദ്ധിച്ചോണം, ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ഡയഗണൽസ് ഉണ്ടാകും, n ഇൻറ്റു n-3/2 എണ്ണം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണേടാ, സെറ്റാണേ. ശരി, അടുത്തതിലേക്ക് നിങ്ങൾക്ക് ആദ്യം ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഇല്ലാത്ത ചുമ്മാ മേക്കോന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ, ഒരു പ്രത്യേകത ഇല്ല. ആ ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. സൈഡുകളുടെ തുകയായിരിക്കും എന്തെന്ന് പറയുന്നത് പെരിമീറ്റർ, a + b + c. ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c എന്നായിരിക്കും. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b + c ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എസിന്റെ വില. ആ എസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കേരള PSC അങ്ങനെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് എങ്ങും കണ്ടിട്ടില്ല. ഡിഗ്രി മെയിൻസിന് പോലും അത് വന്നിട്ടില്ല. ഓക്കെ, ഇനി ഹൈറ്റ് 2 ഇൻറ്റു a ബൈ b എന്നായിരിക്കും. ഓക്കെ, ഒരു സ്കെയിലിൻ ട്രയാങ്കിൾ നാളെ ഒരു കാലത്ത് വന്നാൽ സാധാരണ ചോദിക്കുന്നത് ഐസോസിലസ് ട്രയാങ്കിളും ഇക്വലാറ്റർ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ a. അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് 3 വശങ്ങൾ തുല്യമല്ലേ, അപ്പൊ 3a. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു a²/4 ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു √3/4 എന്നതാണ്. ഇനി സമപാർശ്വ ത്രികോണം 2 വശങ്ങൾ തുല്യമാണെങ്കിൽ, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ. അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ a + a + b 2a + b. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ b/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4a² മൈനസ് b². എങ്ങനെയാണ്, b/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4a² മൈനസ് b². ക്ലിയർ ആണല്ലോ. ഇനി അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ b/4 മാറി എന്തിട്ട് കൊടുക്കുക, 1/2 ഇട്ട് കൊടുക്കുക. വേറെ ഒരു മാറ്റവും ഇല്ല. 1/2 ഇൻറ്റു √ ഓഫ് 4a² മൈനസ് b² എന്നതായിരിക്കും. അടുത്തത് മട്ടത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മുകളിലാണ് വളരെ വലിയൊരു റിസൾട്ട് ഉള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ എന്തുണ്ടാകും, ഇതിനെ ബേസ് എന്ന് പറയുന്നു, ഇതിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നു, ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇതിന് BH, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പം K, ഇതിനെ H എന്ന് വിളിച്ചിട്ട് ഈ സൈഡിനെ K എന്ന് വിളിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ. H ഹൈറ്റ് എന്നല്ലേ കാണാം. ഓക്കെ ആണല്ലോ, H ഹൈറ്റ്. ഓക്കെ ആണല്ലോ, ഇത് K. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ പരിധി, അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് b + h + k ആയിരിക്കും. ഇനി ഏരിയ എന്ന് പറയുന്നത് ½ BH ആയിരിക്കും. ബേസ് ഇൻറ്റു ഹൈറ്റിന്റെ പകുതി, ബേസ് ഇൻറ്റു ഹൈറ്റിന്റെ പകുതി. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. പൈതഗോറസ് തിയറം ആണ്, പൈതഗോറസ് തിയറം. അത് അടുത്ത മുമ്പോട്ട് വരുമ്പോൾ ഒരു സ്ഥലത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തൊരു സാധനം നോക്കിക്കോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ സർക്കം റേഡിയസ്, പരിവൃത്ത ആരം, അതായത് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. സർക്കം റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനി എന്താണ് സർക്കം റേഡിയസ് എന്നുള്ള എല്ലാവരും ചിന്തിക്കുക. ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, ഇതിന് ചുറ്റും ഇതിന്റെ 3 വശങ്ങൾ ഒരു സർക്കിൾ എനിക്കുണ്ടെന്ന് ചെയ്യാം. ഇങ്ങനെ വേണം ചിന്തിക്കാം കേട്ടോ.
ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ 3 വശങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന വൃത്തം. ഈ വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ വൃത്തത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസിൻ്റെ പകുതിയായിരിക്കും. അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ 3 വെർട്ടീസസും തൊട്ടുകൊണ്ട് വരയ്ക്കുന്ന ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോട്ന്യൂസിൻ്റെ പകുതിയായിരിക്കും. ക്ലിയർ ആണേടാ? ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഇനി ക്വാഡ്രിലാറ്ററിലേക്ക് നമ്മൾ വരുന്നു. ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശങ്ങളുള്ള ചതുർഭുജങ്ങളെയാണ് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്റർ പലതരമുണ്ട്. ആദ്യത്തേത് റെക്റ്റാങ്കിൾ ആണ്. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും, അതായത് നീളവും വീതിയും ഉള്ളതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ ആണല്ലോ? ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L × B ആണ്. അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L+B ആണ്. ഇനി സ്ക്വയർ എന്നാൽ സമചതുരമാണ്. കേരള PSCക്ക് ഇപ്പോഴും പറ്റുന്നൊരു അബദ്ധമുണ്ട്. മലയാളം വേർഷനിൽ റെക്റ്റാങ്കിളിനെയും സ്ക്വയറിനെയും അവർ ചതുരമെന്നേ വിളിക്കൂ. ഇനിയെങ്കിലും മാറിക്കൂടെ? അപ്പോൾ ദാ നോക്കുക, ഇവിടെ എന്താണ്, ദാ ഇങ്ങനെ സ്ക്വയർ വന്നാൽ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ വേണ്ടി സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അത് മാത്രമല്ല ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ, ഇതിന് ഡയഗണലാണ് തരുന്നതെങ്കിൽ ഡി സ്ക്വയർ, ഡയഗണലിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്താലും എന്ത് കിട്ടും, ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഇനി അടുത്തത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾ കൂട്ടുന്നതാണ് 4 × A. ഇനി പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഇതും പാരലൽ ആയിരിക്കും, ഇതും പാരലൽ ആയിരിക്കും. അത്തരം ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് അതിന്റെ ബേസ് എങ്കിൽ ഇതാണ് അതിന്റെ ഹൈറ്റ്. ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്ത റോംബസിന്റെ ഏരിയ കേരള PSC ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന് തന്നെ ഒരു ഡയഗണൽ തന്നിട്ട് ഒരു റോംബസിന്റെ മറ്റൊരു ഡയഗണൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റോംബസ് ദാ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഡയഗണൽ 1, ഇതാണ് ഡയഗണൽ 2. അപ്പോൾ ഹാഫ് ഡയഗണലിന്റെ ഗുണനഫലം എടുക്കുക. ഏരിയ ഓഫ് എ റോംബസ് ഹാഫ് ഇൻറ്റു D1 × D2 ആണ്. ഹാഫ് ഇൻറ്റു D1 × D2 ആണ്. ഇനി ട്രപ്പീസിയം, ലംബകം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് തമ്മിൽ പാരലൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഈ ലെങ്ത്, ഇവിടെ 2 ലെങ്ത് ഉണ്ടാവും. ഇത് B, ഇത് A ആണെന്ന് വിചാരിക്കുക. ഇനി ഇതായിരിക്കും അതിൻ്റെ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു A+B × H എന്നുള്ളതായിരിക്കും എന്ത്, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം. ഓക്കെ ആണല്ലോ? റോംബസ് വരെ കേരള PSC എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിലേക്ക് വരാം, സർക്കിൾസ്. വൃത്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ചുറ്റളവ്. ഒരു വൃത്തം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വൃത്തത്തിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചിന്തിക്കുക. ആദ്യം അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് ഉണ്ട്. ഇന്നതുപോലെ വൃത്തത്തിന് മറ്റൊരു ആളും കൂടെ ഉണ്ട്. എന്താണ്? ഡയമീറ്റർ. അതിനെ വ്യാസം എന്ന് പറയും. ഇനി റേഡിയസ് ആണ് തന്നെങ്കിൽ 2πr. ഇനി ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നെങ്കിൽ π × d എന്നുള്ളതായിരിക്കും സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr². ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് πr². ഇനി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് കേക്കിന്റെ കഷ്ണം മുറിച്ചെടുക്കില്ലേ, അതുപോലെ ഒരു സാധനമാണ്. ഇത് റയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, എന്നാലും എഴുതിക്കോളുക. π × r² × θ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ആംഗിൾ നമുക്ക് തരും. റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. π × r² × θ/360 ചെയ്താൽ സെക്ടറിന്റെ ഏരിയ കിട്ടും. ഓക്കെ ആണല്ലോ? ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോങ്ങസ്റ്റ് കോഡാണ്, അല്ലെങ്കിൽ ആരത്തിന്റെ ഇരട്ടിയാണ്, റേഡിയസിന്റെ ഇരട്ടിയാണെന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ഏറ്റവും വേണ്ടത് ഈ 2 കാര്യങ്ങളാണ്, ഏരിയയും സർക്കംഫറൻസും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്, സെറ്റാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഏരിയ ഇതിന്റെ കേസിൽ, അതായത് 2d² അതായത് 4πd² എന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതല്ല, ഇങ്ങനെ കൂടി പറയാം കേട്ടോ. അതായത് ഇപ്പം R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, R എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതിയായിരിക്കും. അപ്പോൾ π × d/2² എന്നുകൂടി എഴുതാനായിട്ട് പറ്റും. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, അപ്പോൾ d/2². അല്ലെങ്കിൽ ഇതിനെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടേക്കാം, πd²/4 എന്നും ചിലപ്പോൾ കണ്ടേക്കാം. ഇതും എന്ത് തന്നെയാണ്, ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഇഫ് ഡയമീറ്റർ ഇസ് ഗിവൺ, ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ക്ലിയർ അല്ലേ? വൃത്തം സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3D രൂപങ്ങളിലേക്ക് ചെല്ലാം. 3D രൂപങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കേരള PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ആദ്യം ക്യൂബോയിഡ്, ചതുരക്കട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കണ്ടോണം കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം എന്ന് മനസ്സിൽ കണ്ടോണം. വേറെ ഒരു പ്രത്യേകത ഇല്ല. ഇതാണ് ചതുരക്കട്ട എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തുണ്ടാകും, ഒരു നീളമുണ്ടാകും,
പിന്നെ അതിന് ഒരു വീതി ഉണ്ടാകും ബ്രെഡ്ത്ത്, പിന്നെ അതിനൊരു പൊക്കമുണ്ടാകും എച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കാണാൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എച്ച് പ്ലസ് എൽ ഇൻറ്റു എച്ച് എന്നതായിരിക്കും. ഡയഗണൽ എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡിൻ്റെ ഡയഗണൽ, അതായത് ഒരു മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് മൂലയിലേക്ക് വരയ്ക്കുന്ന നീളമാണ് ഡയഗണൽ എന്ന് പറയുന്നത്. വികരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇക്വേഷൻ √L² + B² + H² എന്നതായിരിക്കും. ഇത് ഓർത്ത് വെച്ചിരിക്കാം. ഇതിലിതാ ഇവന്മാർ രണ്ടുപേരും വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ക്യൂബിലേക്ക് നമ്മൾ വരുമ്പോൾ, ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചതുരങ്ങളെ ചേർത്തതാ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ക്യൂബിനെ സംബന്ധിച്ച് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് A ക്യൂബാണ്, സൈഡ് ക്യൂബാണ്. ഇനി വിസ്തീർണം എന്ന് പറയുന്നത് 6 × A² ആണ്. ഇതിന് 6 മുഖങ്ങളുണ്ട്. ഒരു മുഖത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A². അപ്പോൾ 6 മുഖത്തിൻ്റെ കൂടെ ഏരിയ കൂട്ടുമ്പോൾ 6A². എന്നാൽ ഉപരിതല വിസ്തീർണം ഓഫ് ഏത് ക്യൂബോയിഡ് ആയിരുന്നെങ്കിൽ എന്താ 2 ഇൻറ്റു എൽ ഇൻറ്റു ബി, ബി ഇൻറ്റു എച്ച്, എൽ ഇൻറ്റു എച്ച്. എൽ ബി എച്ച്, ഇവിടെ പെയറുകൾ എടുക്കുക, എൽ ബി ബി എച്ച് എൽ എച്ച് എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് ഇരട്ടി എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഡയഗണൽ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു √3 ആയിരിക്കും. അടുത്തത് വൃത്തസ്തൂപിക അതായത് വൃത്തസ്തംഭം അഥവാ സിലിണ്ടറിലേക്ക് നമ്മൾ വരുന്നു. സിലിണ്ടറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരണം. എന്താണ്? ഇതിനൊരു ഹൈറ്റ് ഉണ്ടാകും, ഓക്കെ, പിന്നെ ഒരു റേഡിയസും ഉണ്ടാകും. ഈ രണ്ടാളുകളും ചേർന്നാണ് സിലിണ്ടർ വരുന്നത്. ഓക്കെ ആണല്ലോ. സിലിണ്ടർ 3D സിലിണ്ടർ വരുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? πr²h എന്നതായിരിക്കും. πr²h എന്നതായിരിക്കും വോളിയം. കർവ്ഡ് സർഫസ് ഏരിയ, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് കർവ്ഡ്, വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെയാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 2πrh കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ ഈ മുകളിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ എത്രയാണ്? πr². ഇനി താഴെയും അതുപോലെ ഒരു സർക്കിൾ വരും, അതിൻ്റെ ഏരിയ എത്രയാണ്? πr². അതും കൂടെ ചേർക്കും ടോട്ടൽ സർഫസ് ഏരിയ വന്നാൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി സ്പിയർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് ചിന്തിച്ചാൽ മതി. ഫുട്ബോൾ അതിനെന്തുണ്ടാകും? ഒരു ആരമുണ്ടാകും. 6 ആണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr ക്യൂബാണ്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി അർദ്ധവൃത്തമാകുമ്പോൾ, ഇത് അർദ്ധഗോളമാകുമ്പോൾ ഇതിൻ്റെ നേർ പകുതിയാകുമെന്നുള്ള സാധനം, ഓക്കെ ആണല്ലോ, ഇതിൻ്റെ നേർ പകുതിയാകുമെന്നുള്ള സാധനം മനസ്സിലാക്കണം. അവിടെ വോളിയം, അവിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അതായത് അർദ്ധഗോളത്തിൻ്റെ, അതായത് ഈ ഗോളത്തിനെ പകുതിയായി മുറിച്ചു കഴിഞ്ഞാലുള്ള വോളിയവും സർഫസ് ഏരിയയും നമുക്ക് പഠിക്കണം. അപ്പോൾ ഒരു അർദ്ധഗോളം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ. അർദ്ധഗോളം എങ്ങനെയൊക്കെ? തണ്ണിമത്തനെ ഞാൻ 2 ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചാലുള്ള പോലെ. ഓക്കെ ആണല്ലോ. അതിൻ്റെ റേഡിയസ് അപ്പോഴും 6 തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ എന്നതാണ്. 2/3 πr³. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ടോട്ടൽ സർഫസ് ഏരിയയുടെ നേരെ പകുതി, അതായത് 2πr². ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് ചോദിക്കുമ്പോൾ ഈ കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ ഈ ഭാഗം കൂടെ കൂട്ടണം, അതായത് 2πr² + πr² എന്ന് വരും, അതായത് 3πr² എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത നമുക്കുള്ള എന്താണ്? വൃത്തസ്തൂപിക എന്ന് പറയുന്ന സാധനമാണ്. വൃത്തസ്തൂപികനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺ, നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നുന്ന കോണില്ലേ, അതുപോലെയുള്ള സാധനം. ഇവിടെ എന്തൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആരം വരും, ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് പറയും, അതിനെ L എന്നുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തസ്തൂപിക കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr²h ആണ്. 1/3 πr²h. ഇനി അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √h² + r² എന്നുള്ളതുള്ള സാധനം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അർദ്ധഗോളം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അർദ്ധഗോളത്തിൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണേടാ? സെറ്റാണേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെയാണ്, സെറ്റാണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. താഴെ തെക്ക്, മുകളിൽ വടക്ക്, താഴെ സൗത്ത്, നോർത്ത്, പിന്നെ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇതിൻ്റെ നടുക്ക് നോർത്ത് വെസ്റ്റ്,
നോർത്തിനും വെസ്റ്റിനും നടുക്കുള്ളത് നോർത്ത് വെസ്റ്റ്, നോർത്തിനും ഈസ്റ്റിനും നടുക്ക് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും നടുക്ക് സൗത്ത് ഈസ്റ്റ്, വെസ്റ്റിനും സൗത്തിനും നടുക്ക് സൗത്ത് ഈസ്റ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റേ ചാക്കോ ഇടത്തോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു, തെക്കോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു എന്നുള്ള സാധനമുണ്ട്. ഓക്കെ ആണല്ലോ. അത് എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളിൽ നിന്നും പുറത്തോട്ടാണ് ആരോ പോകുന്നത് വിചാരിക്കുക. ഇതാണ് നമ്മൾ. ഓക്കെ ആണല്ലോ. നമ്മളിൽ നിന്നും പുറത്തോട്ടാണ് ആരോ പോകുന്നതെങ്കിൽ നമ്മുടെ വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ നമ്മുടെ വലതു ഭാഗത്തേക്ക് തന്നെ, നമ്മുടെ വലത് വലത്, നമ്മുടെ ഇടത് ഇടത്. ഓക്കെ അല്ലേ? ഇനി ആരോ അതായത് നോക്കുക, ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ആരംഭിച്ച് നോർത്തിലേക്ക് വടക്കോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പറഞ്ഞ് ആരോ എങ്ങോട്ടാണെന്ന് നോക്കുക, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകുന്ന പോലെയാണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഉള്ളിലേക്ക് ഈ താഴേക്ക് വരിക എന്ന് പറയാൻ എൻ്റെ മേത്തേക്ക് വരുന്ന പോലെ ചിന്തിക്കണം. നമ്മളിന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആരോ ഇങ്ങനെ പോകണം. ഈ അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ വലതാണ് അവിടത്തെ ഇടത്, നമ്മുടെ ഇടതാണ് അവിടത്തെ വലത്. ഈ സാധനം ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് ഇതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇങ്ങനെ. ഇനി ആരോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആരോ എങ്ങനെയാണ്? ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആരോ ഇങ്ങോട്ട് നമ്മുടെ വലത്തേക്കാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ വലത്തേക്കാണ് പോകുന്നത്. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? പേപ്പർ തിരിച്ചും മറിച്ച് നോക്കും അല്ലെ? നമ്മുടെ വലത്തേക്കാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ വലതു ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, താഴേക്കായിരിക്കും എന്ത്? അവിടുത്തെ റൈറ്റ്, മുകളിലേക്കായിരിക്കും അവിടുത്തെ ലെഫ്റ്റ് എന്ന് ചിന്തിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി. ആരോ എങ്ങനെയാണ് വരുന്നത്? ആരോ ഇങ്ങനെ വരുന്നു. എങ്ങനെ? ഇങ്ങനെ താഴേക്ക്. ഇപ്പോൾ ആരോ ഉള്ളത് വലത്തേക്കാണ്, അപ്പോൾ താഴേക്കാണ് റൈറ്റ്, മുകളിലേക്കാണ് ലെഫ്റ്റ്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന ഒരു ആരോ, എന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറഞ്ഞ ആരോ ഇങ്ങോട്ടാണ്. നമ്മൾ വരച്ചു വരുമ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ താഴേക്ക് റൈറ്റ്, മുകളിലേക്ക് ലെഫ്റ്റ്. ഇനി ആരോ ഇങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ആരോ ഇങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നേരെ തിരിയും, താഴേക്ക് ലെഫ്റ്റ്. ഓക്കെ ആണല്ലോ? താഴേക്ക് ലെഫ്റ്റ്, മുകളിലേക്ക് റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാധനം ഏതാണടാ? ഞാൻ നേരത്തെ പറഞ്ഞ് പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞൊരു സാധനം, പൈതഗോറസ് തിയറം എന്ന് പറയുന്ന വസ്തുത. പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു വസ്തുത ഒരു മട്ട ത്രികോണത്തിന്റെ രൂപത്തിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയും, ബേസ് അതിനെ പാദം എന്ന് പറയും, ഹൈറ്റ് ഉന്നതി അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എന്ന് പറയും. കർണം സ്ക്വയർ സമം ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള സാധനം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഇത് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ? ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായി ഇതാണ്. ഇനി അടുത്തതിലേക്ക് വരാം. കോഡിങ്ങുമായി ബന്ധപ്പെട്ട് കേരള PSC തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയും ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ എപ്പോഴും എഴുതേണ്ട രീതി നിരത്തി പിടിച്ച് ABCD എഴുതുമല്ല. A മുതൽ M വരെ 13 എണ്ണമുണ്ട്. N മുതൽ Z വരെയാണ് അടുത്ത 13 എണ്ണം വരുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള കാര്യം ഈ ഓർഡറിൽ തന്നെ എഴുതാൻ നിങ്ങൾ നോക്കണം. A മുന്നിൽ നിന്നും ഒന്നാമതാണ്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ A 26ാമതാണ്. Z മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 26ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ എത്രാമതാണെന്ന് വെച്ചാൽ ഒന്നാമതാണ്. ഇവിടെ നിങ്ങൾ എടുത്തോ, ഈ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 5ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ എത്രാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22ാമത്. അതുപോലെ V മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ എത്രാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണിയാലോ 5ാമത്. നോക്കിക്കേ, 1 2 3 4 5ാമത്തെ ലെറ്റർ ആണ്. അപ്പം ഈ ഒരു എഴുത്തും ഈ ഒരു നമ്പറിങ്ങും എപ്പോഴും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണുമ്പോൾ എണ്ണി സമയം കളയേണ്ട ഈ ഒരു ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഇത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക, പിന്നീട് അതിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഉപകരിക്കും. ഓക്കെ, ശരി, അടുത്തതിലേക്ക് വരാം. ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലോക്കുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കുന്നുണ്ട് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. ഒരു ദിവസം ഇവ 22 പ്രാവശ്യം എതിർദിശയിലും വരുന്നുണ്ട്. ഒരു ദിശയിൽ 22 പ്രാവശ്യം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സംഭവിക്കുന്നു. ഇതേ 22 തവണ 180 ഡിഗ്രിയും സംഭവിക്കുന്നുണ്ട്. ഒരു ദിവസം സൂചികൾ 44 പ്രാവശ്യം നേർരേഖയിൽ വരുന്നു. അതായത് ഇവ ഒന്നിക്കുമ്പോഴും നേർരേഖയിലാണ്, ഇവർ എതിരെതിരെ നിൽക്കുമ്പോഴും നേർരേഖയിലാണ്. അങ്ങനെ 44 പ്രാവശ്യം. ഈ എണ്ണം ഒന്ന് പഠിച്ചു വെച്ചോണം. ഇനി അടുത്തത്, ഒരു ദിവസം സൂചികൾ 44 പ്രാവശ്യം ലംബമായി 90 ഡിഗ്രി കോണളവിൽ വരുന്നുണ്ട് എന്നുള്ള സാധനം പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനി കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം, അതായത് നമുക്ക് തന്നിരിക്കുന്ന സമയം 1 മണിക്കും 11 മണിക്കും ഇടയിലാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക,
11നും 1നും ഇടയിലാണ് എങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. അതായത് 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്നും 11ന്റെ മുകളിലാണ് എങ്കിൽ 11നും 1നും ഇടയ്ക്കാണെങ്കിൽ 12 റേഞ്ചിൽ വരുന്നതാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക എന്നുള്ളത്. ഇനി കോണളവ് കാണാനാണ് ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചിരിക്കുന്നത്. 30 മൈനസ് 11.5 മാക്കാച്ചി. എച്ച് എന്നാൽ അവറാണ്, എം എന്നാൽ മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ കേരള PSC ഈ ഇടയായി ചോദിച്ചു വന്നിരിക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് എഴുതി തന്നെ പറയേണ്ടതുണ്ട്. അതായത് ഒരു മണിക്കൂർ സൂചി അല്ലെങ്കിൽ അവർ ഹാൻഡ് എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി തിരിയും. ഒരു മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയുമെന്നുള്ളത് കൂടി അവിടെ ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് സെറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. കാരണം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ബേസിക് ഫോർമുലകളാണ്. അത് സെറ്റായിട്ടൊന്ന് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു സിംഹമുണ്ട്. ആ സിംഹത്തിനെ ആട് പറയുന്നത് കേട്ട് ഉറങ്ങാൻ വിടരുത്. ഒരു സിംഹവും ആട് പറയുന്നത് കേട്ട് ഉറങ്ങാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് വിനിയോഗിക്കാനും കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴും ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പൊക്കോ. ഫേവർ എന്ന് പറയുന്നതിനേക്കാൾ സ്ട്രഗിൾ എന്ന് പറയുന്നത് വലിയ വിജയങ്ങൾ എപ്പോഴും നൽകുന്നതാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നാളെ വലിയ മധുരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ചുവടുകളാണ് എന്നോർക്കുക. അതുകൊണ്ട് ധൈര്യമായിട്ട് പരീക്ഷ പോയി എഴുതിയിട്ട് വാടാ. ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.